ജോലിക്കാർക്കാണെങ്കിലും അവരുടെ കർമ്മ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രഗിളൊക്കെ ഒന്ന് മാറിയിട്ട് എതിരാളികളൊക്കെ വരും. ചിലപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ എതിരാളിയൊക്കെ വരും. ആവശ്യമില്ലാത്ത ഗോസിപ്പ് കോളങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെടും. ഈ 10-ലെ ശനിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാതെ, അപ്പം നമ്മുടെ അത് വെറുതെ അങ്ങോട്ട് കോമൺ ആയിട്ട് പറയുന്നതല്ല. അത് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കാനുള്ള ശനി നമ്മുടെ ഓരോ വ്യക്തിക്കും ഒരു ഗ്രഹനിലയുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രഹനിലയിൽ ശനി ശക്തനായിട്ടാണോ നിൽക്കുന്നത്, വക്രിയായിട്ടാണോ നിൽക്കുന്നത്, വേറൊരു പാപൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പം അതുമൊക്കെ നോക്കിയിട്ട് അതിലുമൊക്കെ മോശം കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പെടും. ഈ 10-ലൊക്കെ ശനി നിൽക്കുന്ന സമയത്ത് വർക്ക് പ്ലേസിൽ നമ്മൾ ഒരുവിധം പിടിച്ചു നിന്നെങ്കിൽ അത് നമ്മുടെ മനോബലം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവാധീനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്ത ഗുണം കൊണ്ടായിരിക്കും. അത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല സ്ഥലത്ത് എവിടെന്നെങ്കിലും ഒരു ജോലി മാറ്റമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ടെപ്പേന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത ഓണം കയറാൻ അവിടെ വള്ളിക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ തട്ടപ്പെടും. നമ്മൾ ചെല്ലാൻ നോക്കിയിരിക്കും അവര് നമ്മളെ വന്നല്ല, ഒരു പുതിയ ഇരയെ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളും ദുഃഖിതനായിട്ട് അങ്ങനെ ഇനി വെറുതെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാവ് പ്രായമായതാണ്, ഇങ്ങനെ ദുരവസ്ഥ, അതുകൊണ്ട് എനിക്ക് അത്രയും ദൂരേക്ക് പോകാൻ പറ്റില്ല എന്ന് ചുമ്മാ ആയിരിക്കും നമ്മൾ എഴുതുന്നു. ഇത് എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മൾ എഴുതിയാലും ചിലപ്പോഴെന്നല്ല, അങ്ങനെയുള്ളവർക്ക് ശരിയാ നമുക്ക് ഓർഡർ കിട്ടും. അതെ അതെ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വരും. അതാണ്.